നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ മേടം രാശിയിൽ ഉൾപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസത്തിലെ ഫലങ്ങൾ ഇവിടെ വളരെ വിശദമായി നോക്കുന്നു. ഇന്നിവിടെ പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവായ കാര്യങ്ങളോ പോസിറ്റീവായ കാര്യങ്ങളോ മാത്രമല്ല, മറിച്ച് ഗ്രഹനിലയനുസരിച്ച് വരാൻ പോകുന്ന കാര്യങ്ങൾ അതേപടി ഇവിടെ വ്യക്തമാക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നവഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റമനുസരിച്ച് എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. മേടം രാശിയിൽ നിന്ന് നോക്കുമ്പോൾ 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ാം ഭാവത്തിൽ കേതു, 11-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, രാഹു എന്നീ 4 ഗ്രഹങ്ങൾ, 12-ാം ഭാവത്തിൽ ശുക്രനും ശനിയും. നിങ്ങൾക്കിപ്പോൾ 7ാം ശനിയുടെ ആദ്യഘട്ടം നടക്കുകയാണ്. പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഇനി പറയുന്നു. മാർച്ച് 11-ന് വ്യാഴം വക്രഗതി വെടിഞ്ഞ് നേർഗതിയിലാകുന്നു. മാർച്ച് 15-ന് സൂര്യൻ മീനം രാശിയിലേക്ക് മാറുന്നു. മാർച്ച് 26-ന് ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് മാറുന്നു. ഈ മാസം നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിലും ചില പ്രത്യേക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വ ഇപ്പോൾ നിലകൊള്ളുന്നത് 11-ാം ഭാവത്തിലാണ്. ജ്യോതിഷത്തിൽ ഇതിനെ ലാഭസ്ഥാനം എന്ന് വിളിക്കുന്നു. കൂടാതെ സൂര്യനും വ്യാഴവും നിങ്ങൾക്ക് ഗുണകരമായ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. ഇതിനർത്ഥം മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് ശാരീരികമായ ഉന്മേഷവും ആത്മവിശ്വാസവും വർദ്ധിക്കുമെന്നാണ്. മാർച്ച് പകുതിയോടെ സൂര്യൻ 12-ാം ഭാവത്തിലേക്ക് മാറുകയും അവിടെ ശനിഗ്രഹവുമായി ഒത്തുചേരുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടത്. 12-ാം ഭാവം എന്നത് ചില ബുദ്ധിമുട്ടുകളെ സൂചിപ്പിക്കുന്ന ഒന്നായതിനാൽ ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് വയറിൽ അണുബാധയോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ, അമിതമായി എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ എന്നിവ പരമാവധി ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന ലളിതമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം. അമിതമായ യാത്രകൾ ചെയ്യേണ്ടി വരുന്നത് നിങ്ങളെ പെട്ടെന്ന് തളർത്താനിടയുണ്ട്. കാലിന്റെ താഴെ ഭാഗത്തോ കണങ്കാലിലോ വേദന അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ കൃത്യമായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കണം. കണ്ണുകളിൽ ചെറിയ രീതിയിലുള്ള വരൾച്ചയോ എരിച്ചിലോ അനുഭവപ്പെട്ടേക്കാം. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നവർ കൃത്യമായ ഇടവേളകളിൽ കണ്ണുകൾക്ക് വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഈ മാസം മേടം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. മനസ്സിന്റെ ഏകാഗ്രതയെയും പഠനത്തോടുള്ള താല്പര്യത്തെയും ഗ്രഹനില എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജാതകത്തിലെ 5-ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. 5-ാം ഭാവം എന്നത് ബുദ്ധിയെയും വിദ്യയെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. അവിടെ കേതു നിൽക്കുന്നത് കാരണം പഠനകാര്യങ്ങളിൽ മനസ്സ് ഉറച്ചു നിൽക്കാൻ അല്പം പ്രയാസം നേരിട്ടേക്കാം. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത കോഴ്സിലോ പെട്ടെന്നൊരു അതൃപ്തി തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ പഠിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് എനിക്ക് ചേർന്നതാണോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. മാസത്തിന്റെ ആദ്യ പകുതിയിൽ, അതായത് മാർച്ച് 15 വരെ സൂര്യനും ചൊവ്വയും നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനത്താണ്. ഇത് നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസവും ഊർജവും നൽകും. ഈ സമയത്ത് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതിയുള്ളതിനാൽ കഠിനമായ വിഷയങ്ങൾ പോലും വേഗത്തിൽ പഠിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ മാസം പ്രധാനപ്പെട്ട പരീക്ഷകളോ അഭിമുഖങ്ങളോ ഉണ്ടെങ്കിൽ അത് മാർച്ച് 15-ന് മുൻപ് വരുന്നതാവും ഏറ്റവും ഉചിതം. ആ സമയത്ത് മികച്ച വിജയം നേടാനുള്ള സാധ്യത കൂടുതലാണ്. സൂര്യന്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്ന മാർച്ച് 15-ന് ശേഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അനാവശ്യ ചിന്തകൾ കാരണം പഠനത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയത്ത് പഠനത്തിന് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതും ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഗുണം ചെയ്യും. ഈ മാസം മേടം രാശിക്കാരുടെ വിവാഹ ജീവിതത്തിൽ സന്തോഷവും ഒപ്പം ചെറിയ ചില മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ നയിക്കുന്ന ശുക്രൻ ഈ മാസം 12-ാം ഭാവത്തിൽ വളരെ ശക്തനായി, അതായത് ഉച്ചാവസ്ഥയിൽ നിൽക്കുന്നു.
ജ്യോതിഷപരമായി ശുക്രന്റെ ഈ അവസ്ഥ ദാമ്പത്യത്തിൽ സ്നേഹവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ദമ്പതികൾക്കിടയിൽ പരസ്പര ആകർഷണവും സന്തോഷകരമായ നിമിഷങ്ങളും ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. ശുക്രൻ ശക്തനാണെങ്കിലും ചൊവ്വയുമായുള്ള ബന്ധം വരുന്നതുകൊണ്ട് പങ്കാളിയുമായി ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ചെറിയ പിണക്കങ്ങൾക്ക് കാരണമായേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് ദാമ്പത്യം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും. ഈ മാസത്തെ മറ്റൊരു പ്രത്യേകത സാഹചര്യങ്ങൾ മൂലമോ ജോലിയുടെ ഭാഗമായോ ദമ്പതികൾക്ക് കുറച്ചു ദിവസത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നേക്കാം എന്നതാണ്. ചെറിയ യാത്രകൾ ആവശ്യമായി വരുന്നതുകൊണ്ട് പങ്കാളിയിൽ നിന്ന് കുറച്ചു കാലം അകന്നു കഴിയേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഇത് ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും മാനസികമായ ഒരു അകലം തോന്നാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ തർക്കങ്ങളും യാത്രകൾ മൂലമുള്ള അകലവും മാറ്റി നിർത്തിയാൽ ഈ മാസം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. പരസ്പരമുള്ള സ്നേഹത്തിന് കുറവുണ്ടാവുകയില്ല. പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ജീവിതം ആസ്വദിക്കാനും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ മാസം നിങ്ങളുടെ സാമ്പത്തികവും തൊഴിൽപരവുമായ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്കും പുരോഗതിക്കും സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാഗ്യത്തെ നിയന്ത്രിക്കുന്ന ഗ്രഹമായ വ്യാഴം മാർച്ച് 11 ശേഷം നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, അത് വീട് പണിയോ ലോൺ സംബന്ധമായ കാര്യങ്ങളോ എന്തുമാവട്ടെ, അവ പെട്ടെന്ന് പുനരാരംഭിക്കാൻ സാധിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റിയ സമയമാണിത്. ഓഹരി വിപണിയിലോ മറ്റ് ബിസിനസ്സുകളിലോ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് 11 ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ മാസം ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ 10ാം ഭാവത്തിന്റെ അധിപൻ ശനിയാണ്. നിങ്ങൾക്കിപ്പോൾ 7 ശനി നടക്കുന്നത് കൊണ്ട് ജോലി സ്ഥലത്ത് അധിക ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാം. ഇത് നിങ്ങളെ ശാരീരികമായും മാനസികമായും തളർത്താൻ സാധ്യതയുണ്ട്. ജോലിഭാരം കാരണമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. മേലുദ്യോഗസ്ഥരുമായോ സഹപ്രവർത്തകരുമായോ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കരിയറിൽ ഗുണം ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. നിങ്ങളുടെ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതിനാൽ ബിസിനസ്സിൽ നിന്ന് മികച്ച വരുമാനവും ലാഭവും പ്രതീക്ഷിക്കാം. ബിസിനസ് വിപുലീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിന്റെ ഭാഗമായി ചില വലിയ ചെലവുകൾ ഉണ്ടായേക്കാമെങ്കിലും അത് ഭാവിയിൽ വലിയ ലാഭത്തിന് വഴിയൊരുക്കുന്ന നിക്ഷേപങ്ങളായി മാറും. മൊത്തത്തിൽ ബിസിനസ്സിൽ വലിയ പുരോഗതി ഈ മാസം കാണാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇനി പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. 11ാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം ഒന്നിലധികം വഴികളിലൂടെ പണം വരാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. മാർച്ച് 11 ശേഷം വ്യാഴം അനുകൂലമാകുന്നതോടെ മുടങ്ങിക്കിടന്ന പണം കൈവരാനും പഴയ സാമ്പത്തിക തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും വഴിയൊരുങ്ങും. പുതിയ ബിസിനസ് നിക്ഷേപങ്ങൾക്കും ഓഹരി വിപണിയിലെ ഇടപാടുകൾക്കും മാസത്തിന്റെ 2ാം പകുതി വളരെ അനുയോജ്യമാണ്. വരുമാനം കൂടുമെങ്കിലും ആഡംബരങ്ങൾക്കായി പണം ധാരാളമായി ചെലവാക്കാൻ സാധ്യതയുണ്ട്. മാർച്ച് 15 ശേഷം അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നേക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ മാസം വൻ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി മികച്ച മാസമാണെങ്കിലും 7 ശനി നിലനിൽക്കുന്നതിനാൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കി സൂക്ഷ്മത പാലിക്കണം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾ അറിയാൻ ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.